ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ദേവ്ജിയും അതുപോലെ തന്നെ കൺമണിയാണ് കേട്ടോ. കൺമണിയാണെങ്കിലും നല്ല പോലെ വിഷമത്തിലാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ കൺമണി നീ ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് ദേവ്ജി കൺമണിയോട് ചോദിക്കുമ്പോഴത്തേനും എൻ്റെ വീടും സ്ഥലവും എൻ്റെ കൈവിട്ട് പോകുമെന്നാണ് തോന്നുന്നത് സർ. കാരണം ഇപ്പോൾ ആ വരുണ് ആ വീട് വിൽക്കാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു കരീം സാഹിബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ അദ്ദേഹം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ വീട് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ നടപടികളൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുണിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ അത്. അവന് ആർക്ക് വേണമെങ്കിലും അത് വിൽക്കാനായിട്ട് സാധിക്കില്ലേ സാർ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ദേവ്ജി ആണെങ്കിലോ അതൊന്നും പറ്റില്ല കൺമണി. കൺമണിക്ക് തന്നെ ആ വീടും സ്ഥലവും കിട്ടും, അത് ഉറപ്പാണ്. അതെങ്ങനെ സർ കഴിയുക? സാഗർ സാർ ഇവർ ഇല്ലാത്തിടത്തോളം കാലം എനിക്ക് ആ ഒരു ലോണ് പാസ്സാവാൻ സാധിക്കില്ല. അത് മാനസയോ അല്ലെങ്കിൽ ആൻറ്റിയോ ചെയ്യണം. അവരാണെങ്കിൽ എനിക്ക് വേണ്ടി ചെയ്ത് തരികയില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താണ് സർ ചെയ്യേണ്ടത്? എനിക്കറിയില്ല. എൻ്റെ ആ കിടപ്പാടം നഷ്ടപ്പെട്ടാൽ എൻ്റെ അമ്മായിമാർ, അച്ഛൻ, അതുപോലെ എല്ലാവരും കഷ്ടപ്പെടില്ലേ എന്ന് ചോദിക്കേട്ടോ. ഒരിക്കലുമില്ല കൺമണി, അതിന് ഞാനുണ്ടല്ലോ. കൺമണി ധൈര്യമായിട്ടിരിക്കെ, കൺമണിക്ക് ഞാൻ എന്തായാലും ആ വീട് തിരിച്ചെടുത്ത് തരും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ വരുണിനെ ഏട്ടോ കാണിക്കുന്നത്. വരുണും അച്ഛനും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആരാണ് ഈ കരീം സാഹിബ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ? അയാൾ എന്തുദ്ദേശത്തിൻ്റെ പേരിലാണ് എൻ്റെ വീടും സ്ഥലവും അയാൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അന്വേഷിച്ചിട്ടുള്ളത്? ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. ഏതോ ഒരു ഗുണ്ടയെ പോലെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ആ ധനലക്ഷ്മി പറഞ്ഞുള്ള അറിവാണ്. ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷയാണത് എന്ന് പറയുന്ന സമയത്ത് തന്നെ കരീം സാഹിബ് അവിടെ എത്തുന്നു കേട്ടോ. നിങ്ങൾ കൂടുതൽ ആലോചിച്ച് തല പുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നിൽക്കുന്ന ഒരാൾ ഞാൻ തന്നെയാണ്, കരീം സാഹിബ്. വരുണല്ലേ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് എൻ്റെ വീട് വിൽക്കാനായിട്ട് നടക്കുന്നതെന്ന് ചോദിക്കുന്നു, വാങ്ങാൻ വേണ്ടിയിട്ട്. എനിക്കൊരു വീട് വലിയ ഇഷ്ടപ്പെട്ടു. അത് നിൻ്റെ പേരിൽ കാണുന്ന പറഞ്ഞറിവ്. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ടതെല്ലാം ഞാൻ എടുക്കും. അതിന് വേണ്ടിയിട്ട് എന്ത് വഴിയും ഞാൻ നോക്കും. അതുകൊണ്ട് വരും, അത് നല്ല രീതിക്ക് തന്നെ എനിക്ക് തരികയായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? ഞാൻ സന്തോഷപരമായിട്ടും സൗഹൃദപരമായിട്ടുമാണ് ഇപ്പോൾ ചോദിച്ചത്. കരീം സാഹിബിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഒരു നെറ്റിൽ അടിച്ചു നോക്കണം, അപ്പോൾ അറിയാൻ പറ്റും ഞാൻ ആരാണെന്നുള്ളതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെറുതെ ഇരിക്കില്ലേ, ഇപ്പോൾ ഒന്ന് ഫോൺ എടുത്ത് സെർച്ച് ചെയ്താൽ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നല്ല രീതിക്കാണെങ്കിൽ നല്ല രീതിക്ക്, അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട രീതിയിലേക്കായിരിക്കും എൻ്റെ പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിക്ക് സംസാരിച്ച് അങ്ങ് പോവാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും മഹിപാലിനെയും അതുപോലെ കൃഷ്ണനെയാണ് കാണിക്കുന്നത് കേട്ടോ. ക്രഷ് പറയുന്നുണ്ട് മഹിയോട്, എനിക്ക് എൻ്റെ കൺമണിയെ ഇത്രയും പെട്ടെന്ന് കാണണമെന്ന് പറയുമ്പോഴത്തേനും മഹി ചോദിക്കുന്നുണ്ട്, നിനക്കെന്താടാ വട്ടാണോ? ആ ദേവ്ജിയുടെ വീട്ടിലാണ് അവൾ ഇപ്പോൾ താമസം. ദേവ്ജിയുടെ സ്വഭാവം അറിയാലോ, ഒരു പട്ടാള ചിട്ട മാത്രമാണ് അവൾക്കുള്ളത്, ആ വീട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ അവളെ ഈ രാത്രിയൊന്നും നിനക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതിലും ഒരു സംശയമില്ല എന്ന് പറയുന്നു. അതല്ലടാ, അവളെ ഒന്ന് കണ്ടാൽ മതി എനിക്കെന്ന് പറയുന്നു. അങ്ങനെയൊന്നും കഴിയില്ല. ഏത് പട്ടാളക്കോട്ടയാണെങ്കിലും ഈ ശ്രീരാമൻ ചെന്നാൽ ഏത് രാവണക്കോട്ടയും രാവണക്കോട്ടയിനകത്തു നിന്നും എൻ്റെ സീതാദേവി എനിക്ക് കാണാൻ സാധിക്കുമെന്ന് പറയുന്നു. അങ്ങോട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മഹിപാൽ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു വട്ടും മൂത്തോ നിനക്ക് വൺമണിയിൽ നിന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്തോ അവളെ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ കൺമണിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കൺമണിയെ പെട്ടെന്ന് തന്നെ കാണണം. നീ അവിടെ നിന്നോ, ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാട്ടോ. അങ്ങനെ ദേവ്ജി അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ ദേവ്ജി വാതിൽ തുറക്കുമ്പോൾ കൃഷ്ണൻ, എന്താണ് ഈ പാതിരാത്രി ഇങ്ങോട്ട് ഓടി വന്നത്? ദേവ് സാറ് കാണാൻ കൊതിയായിട്ടാട്ടോ ഓടി വന്നത്. നീ എന്നെ കാണാൻ കൊതിയായിട്ടൊന്നല്ല ഈ രാത്രി എന്തായാലും ഓടി വന്നത്. ഇതിനു മുൻപും രാത്രി ഒരുപാട് കടന്നു പോയിട്ടുണ്ട്, ഞാനിവിടെ ഒറ്റയ്ക്ക് തന്നെയാണെന്നല്ലോ. എന്നിട്ടെന്താ നിനക്ക് എന്നെ കാണാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ ചോദിക്കാട്ടോ. അതല്ല ദേവ് സാർ, എന്തായാലും എനിക്ക് മനസ്സിലായി നീ ആരെയാണ് കാണാൻ വന്നിട്ടുള്ളതെന്ന്. എന്തായാലും അതിപ്പോൾ നടക്കില്ല എന്ന് പറയുന്നു. അതെന്താ സർ? എനിക്ക് കൺമണിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓടി വന്നതാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് കഴിക്കണം സർ. സർ പ്ലീസ് എനിക്കൊന്ന് സാധിച്ചു തരാമെന്ന് പറയുന്നു. എന്തായാലും ഇന്നൊരു ദിവസം ശരി, പക്ഷേ കുറേ നേരം ഇവിടെ നിൽക്കാനോ പിടിക്കാനോ ഞാൻ സമ്മതിക്കില്ല. വേഗം കഴിച്ചിട്ട് പോകാനായിട്ട് നോക്കുമെന്ന് പറയുന്നു. താങ്ക് യു ദേവ് സാർ എന്ന് പറഞ്ഞിട്ട് കൺമണി ഭക്ഷണം എടുത്തേക്കുക എന്ന് പറഞ്ഞിട്ട്
കൺമണിയോട് ഭക്ഷണം വിളമ്പി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ക്രഷ് ഒരുപാട് സ്നേഹത്തോടു കൂടി ആ ഭക്ഷണം വിളമ്പുന്നുണ്ട്. അങ്ങനെ സ്മെല്ല് മണത്തൊക്കെ നോക്കുന്ന സമയത്ത് ഓ നല്ല ഭക്ഷണമാണെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെയാണ് ദേവിജി അവരുടെ അടുത്ത് വന്നിരിക്കുന്നത് കേട്ടോ. എന്താ ദേവ് സാർ ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾ കഴിച്ചോ, ഞാനിവിടെ ഇരിക്കുന്നതിന് എന്താ നിനക്ക് കുഴപ്പം? അങ്ങനെ ഭക്ഷണം കഴിക്കുന്നിടത്ത് പുസ്തകം വായിച്ചിരിക്കാൻ പാടില്ല ദേവ് സാറിന്, ഇതൊന്നും അറിയില്ലേ? എൻ്റെ മുത്തശ്ശി ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഏയ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എന്താ ദേവ് സാർ ഈ പറയുന്നതെന്ന് പറയുന്നു. എന്തായാലും ഈ ഒരു പോക്ക് അത്ര ശരിയല്ല. ഇവളെ ഈ രൂപത്തിൽ തന്നെ എനിക്ക് ഇവളുടെ അച്ഛന് തിരിച്ചേൽപ്പിക്കണമെന്ന് ഞാൻ വാക്ക് കൊടുത്താണെന്ന് പറയുന്നു. അതിനെന്താ കുഴപ്പം? അത് ഞാൻ ഏറ്റെടുത്തല്ലേ എന്ന് പറയുന്നു. ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണം, എന്നിട്ടായിക്കോ. പക്ഷേ ഇപ്പം നടക്കില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതൊരു കുഴപ്പമില്ല സാർ, ഞാൻ ഒരു കുഴപ്പം ഉണ്ടാക്കില്ല സാർ അങ്ങോട്ട് മാറി നിന്ന് ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ എന്ന് പറയുന്നു. എന്തായാലും ഞാൻ മാറി നിൽക്കാം. എന്തായാലും നിങ്ങൾ സംസാരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് വിടാൻ നോക്കുക, അല്ലാതെ ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൺമണി ഇവനൊന്ന് സൂക്ഷിക്കേണേ എന്ന് പറയുന്നുണ്ട്. ശരി സാർ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. അങ്ങനെ അകത്തേക്ക് പോന്നിട്ടോ. കൺമണി നീ എനിക്ക് ഭക്ഷണം വാരിത്താ എന്ന് പറഞ്ഞിട്ട് കൃഷ് കൺമണിയോട് ഭക്ഷണമൊക്കെ വാരി കഴിക്കുന്നുണ്ട് കേട്ടോ. എന്തും ടേസ്റ്റാണ്, നീ ഉണ്ടാക്കിയത് കഴിക്കാൻ എനിക്ക് കൊതിയാവുന്നുണ്ട്, എന്നും എനിക്ക് ഇങ്ങനെ ഭക്ഷണം കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ ദേവ്ജി അവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് പറയുന്നുണ്ട്, എന്നും കിട്ടണമെങ്കിൽ കെട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകണടാ എന്ന് പറയുന്നു. ഈ സാറിനെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറയുന്നു. അതൊന്നും കുഴപ്പമില്ല സാർ ഇങ്ങനെ പറയുന്നത് തമാശ രൂപത്തിലല്ലേ എന്ന് പറയുന്നു. എനിക്ക് നിന്നോട് കൂടി കുറേ നേരം ചിലവഴിക്കാനാണ് ഇഷ്ടം കൺമണി. എന്തായാലും നീ എനിക്ക് ഭക്ഷണം വാരിത്തായെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരസ്പരം രണ്ടുപേരും കൂടി നല്ല ഭക്ഷണം വാരി കൊടുക്കുക, അങ്ങോട്ട് പരസ്പരം വാരി കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അതിനുശേഷം അമ്മായിമാരെ കാണിക്കുന്നു. അമ്മായിമാർ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക കേട്ടോ. ധനലക്ഷ്മിയൊക്കെ വരുന്നുണ്ട്. ആ കരീം സാഹിബ് എന്തായാലും വീട് സ്ഥലവും കൊണ്ടുപോകുന്ന ഉറപ്പാണ്, നിങ്ങളുടെ കൺമണി കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുന്നു. അവളോട് ഇനി ഞങ്ങൾക്ക് ദേഷ്യമാണ്, കാരണം അവളിപ്പോൾ സൂചിച്ച് എവിടെയോ കഴിയുന്നുണ്ട്. ഇപ്പം നമ്മളല്ലേ പ്രശ്നത്തിലായത്, ഉള്ള ജോലിയും പോയി, മാത്രമല്ല ആ സാഹിബ് നമ്മുടെ വീട് സ്ഥലവും കൊണ്ടുപോയി നമ്മൾ തെരുവിലേക്ക് ഇറങ്ങണം, എങ്ങനെ ഇനി ജീവിക്കുക? അതൊക്കെ നിങ്ങൾ കൺമണിയെ നേരിട്ട് കാണുമ്പോൾ ചോദിച്ചു വയ്ക്കുക. അവളല്ലേ ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന രീതിയിലൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അവളെ കാണുമ്പോൾ രണ്ട് ചോദിക്കണം, അവളെ ഞാൻ കൊല്ലും എന്ന രീതിയിലൊക്കെ അമ്മായിമാർ ദേഷ്യപ്പെട്ട് നിൽക്കാട്ടോ ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ സുമിത്രയാണ് കാണിക്കുന്നത് പാലുവിനെ. അവളിങ്ങോട്ട് വരട്ടെ, അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണം ഭാഗ്യശ്രീയുടെ. അങ്ങനെ ഭാഗ്യശ്രീ വരുമ്പോൾ നീ എന്താടി വിചാരിച്ചിട്ടുണ്ടാകുന്നത്? ഞങ്ങളൊപ്പം നിൽക്കാണ്ടവൾ ഇനി വേറെ തിരിഞ്ഞു പോവുകയാണ്, ബലരാമനോട് എല്ലാ സത്യങ്ങളും പറയാനായിട്ടാണോ നീ ഒരുമ്പിട്ട് ഇറങ്ങുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊരോരോ പ്രശ്നങ്ങളല്ലേ. എന്തായാലും എൻ്റെ വഴിക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കും, അത് നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ശ്രമിച്ചു നോക്ക്. ഏത് വക്കീലിനെയും ആരെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്ക്. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. നല്ല രീതിക്ക് സത്യം എപ്പോഴും ജയിച്ചിരിക്കും. അത് അമ്മയ്ക്ക് ഞാൻ പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ലടി, നിൻ്റെ ഈ അഹങ്കാരം ഞാൻ അവസാനിപ്പിച്ചു തരും എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ അവസാനിപ്പിച്ചാലോ ഇല്ലെങ്കിലോ എനിക്കൊരു കുഴപ്പമില്ല, കാരണം നിങ്ങളുടെ മനസ്സിൽ നിറച്ച് അങ്ങ് വിഷമാണ്. ആ വിഷം തുപ്പിക്കളയാനായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു യന്ത്രത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ ഭാഗ്യശ്രീക്കുള്ള ആ രഹസ്യം, അതായത് സാഗറും സുജുവാണ് ബലരാമിൻ്റെ അച്ഛനും അമ്മയും എന്നുള്ള രഹസ്യം ആരോടെങ്കിലും പറയണം, അല്ലാത്ത പക്ഷം എന്തായാലും ഭാഗ്യശ്രീയെ ആരെങ്കിലും അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്. സ്വന്തം അച്ഛനും അമ്മയും തന്നെ കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൺമണിയെ വിളിച്ചിട്ട് ഭാഗ്യശ്രീ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഭാഗ്യശ്രീയാണെന്ന് പറയുന്നു. എന്താ ഭാഗ്യശ്രീ എന്ന് പറയുന്നു. എനിക്ക് കൺമണിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, നാളെ അമ്പലത്തിലേക്ക് വരണം, നട അടയ്ക്കുന്നതിന് മുൻപായിട്ട് ഞാൻ അമ്പലത്തിലുണ്ടാവുമെന്ന് പറയുന്നു. കൺമണി ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോഴത്തേനും ഞാൻ എന്തായാലും എത്തിക്കോളാം എന്ന രീതിയിൽ കൺമണി പറയുന്നുണ്ട് കേട്ടോ. കൺമണിയോട് ആ മഹാരസ്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് ഭാഗ്യശ്രീ കൺമണിയെ വിളിച്ച് അറിയിക്കുന്നത് കേട്ടോ. ഇത്രയും കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രമോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.